ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ കിഡിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷ ആ ഒരു പിഞ്ചു മോൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി എനിക്ക് ഭക്ഷണം വേണമെന്നൊക്കെ പറയുമ്പോഴത്തേനും അങ്ങനെ തൻ്റെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. മതി എനിക്ക് പറയുമ്പോൾ മോളുടെ അച്ഛനും അമ്മയും എവിടെ? അവർ ജോലിക്ക് പോയി. അവരെപ്പോഴാണ് വരുന്നത്? അത് അറിയില്ല എന്ന് പറയുന്നു. എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുന്നുണ്ട്. കുഞ്ഞു കുട്ടിയാണ്, കനായിനെ ഒന്നും പറയാൻ അറിയുന്നില്ല. അതിനുശേഷം തന്നെ എന്നാൽ മോൾ ഉറങ്ങിക്കോ, ചേച്ചി നാളെയും വരുമോ? തീർച്ചയായും നാളെയും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് മടങ്ങി പോകുന്നു കേട്ടോ. പിന്നെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ അഞ്ജുവിനോടും അതുപോലെ അഭിയോടും ചെന്ന് പറയുന്നുണ്ട്. എത്രയായാലും ഒരു കുഞ്ഞു കുട്ടിയെ വിട്ടിട്ട് അവർ പോവോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആയിരിക്കുമടാ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ വല്ല നഴ്സറിയിലും കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി അവിടെ നിൽക്കില്ലായിരുന്നോ? ചിലപ്പോൾ അതിനൊന്നും സാഹചര്യം ഉണ്ടാവില്ലായിരിക്കും. ഇപ്പം ഞങ്ങളുടെ കാര്യം തന്നെ എടുക്ക്. എനിക്കും രാഹുലിന് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാത്തത് എന്ന് കരുതി കുഞ്ഞുങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കാനും പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള വീട്ടിൽ ആളുകളായിരിക്കും, ചെറിയ വല്ല ജോലിയും ആയിരിക്കും, അതായിരിക്കും അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. തൻ്റെ അനിയത്തിയുടെ പേരാണ് ആ കുഞ്ഞിനുള്ളത് കൊണ്ടാണ് തനിക്ക് ഇത്ര വിഷമം. എന്തായാലും അതിലൊന്നും കൂടുതൽ ഇടപെടാൻ നിൽക്കാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് പറയുന്നു. അഭി എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കുറേ നേരമായല്ലോ, ഭൂമി ഇടിഞ്ഞു വീണാൽ പോലും താൻ അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ തട്ടുകടയിലെ ആളെ കാണാത്തതിൻ്റെ വിഷമത്തിനാണോ അഭി നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വിവേക് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് വർഷയോട് തനിച്ചായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അഞ്ചു പറയുന്നുണ്ട്, ഞങ്ങളുടെ കൊച്ചിനെ അങ്ങനെ തനിച്ച് സംസാരിക്കാനൊന്നും തന്നെ അനുവദിക്കില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയണം, അതന്നെയാണ് വേണ്ടതെന്ന് പറയുന്നു. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, എനിക്ക് വർഷയും കൂട്ടിയിട്ട് ഒരു നൈറ്റ് ഡ്രൈവിന് പോകണം, അതിനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷം ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അതൊന്ന് അത് കൊള്ളാം, അതൊരു ഐഡിയ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാം, രാഹുലിനെയും വിളിക്കാം, ശിവയും വിളിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് വരാമെന്ന് പറയുന്നുണ്ട്. അഭിയാണെങ്കിലോ എന്തായാലും ശ്രീയിൽ നിന്ന് വർഷയെ അകറ്റാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. വിവേകമായിട്ട് വർഷ അടുക്കണം. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അറിയാലോ അബിയുടെ സ്വഭാവം, അബിയായിരിക്കും ആദ്യം ചാടി കുടഞ്ഞ് പറയാൻ ഞാനും ഉണ്ടെന്നുള്ളത്. അതിനുശേഷം തന്നെ നിങ്ങൾ രണ്ടുപേരുമാണ് പോകേണ്ടത്, അവർക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാനൊക്കെ ആയിരിക്കാം, നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് വർഷയെ അങ്ങ് തള്ളി വിടുന്നുണ്ട് കേട്ടോ വിവേകിൻ്റെ അടുത്തേക്ക്. അതിനുശേഷം തന്നെ അങ്ങനെ എനിക്ക് വീണ്ടും ഒരു കാര്യം കൂടി പറയാനുണ്ട്, എന്നാൽ പോയി പുറത്തു നിന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് വർഷയും കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും നമ്മളുടെ ഒരു ശ്രദ്ധ വേണമെന്ന് അഞ്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നൈറ്റ് ഡ്രൈവ് പോലും അവൾ ഫോളോ ആക്കി വെക്കും, അവൾ പോവില്ല, എന്നാൽ നമുക്ക് അവരെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷയ്ക്കാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് വിവേക്. മറ്റൊന്നുമല്ല, അതിലൊരു ഡ്രസ്സാണെന്ന് പറയുന്നുണ്ട്. തനിക്ക് ഡ്രസ്സ് കൊണ്ടുവന്നതാണ്, ഇന്ന് നൈറ്റ് ഡ്രൈവിന് പോകുന്ന സമയത്ത് താൻ ഈ ഡ്രസ്സ് വേണം ഇടാനെന്ന് പറയുന്നു. ഇതൊന്നും പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കും, തരാനുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് വിവേകിന് തന്നൂടായിരുന്നോ? എനിക്ക് തനിച്ച് തരണം എന്നായിരുന്നു ആഗ്രഹം, പിന്നെ അവർ കളിയാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേടി എനിക്കുണ്ട്, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഭിയാണെങ്കിൽ അതെന്താ ഈ ഡ്രസ്സ് എന്തായാലും വർഷയ്ക്ക് കൊടുത്തതല്ലേ, എങ്കിലും അങ്ങ് കൊടുത്തേക്ക്, വാങ്ങിക്കോ വർഷ എന്ന് പറയുന്നുണ്ട്. എനിക്കിതൊന്നും വേണ്ട, നല്ല തല്ല് കിട്ടും, മര്യാദയ്ക്ക് വാങ്ങിച്ചോ, എന്തായാലും ഞാനിത് ഒരു വീഡിയോ എടുക്കാം. പിന്നെ വിവേകേട്ടാ, ഇതിനകത്തുള്ള ഡ്രസ്സ് ഏതാണ്, സാരിയാണോ ചുരിദാറാണോ? രണ്ടും അല്ല, ഒരു ഗൗണാണ് ഞാൻ വർഷയ്ക്ക് വേണ്ടി വാങ്ങിച്ചതെന്ന് പറയുന്നു. അടിപൊളി, എന്തായാലും ഞാൻ വീഡിയോ എടുക്കാം, നിങ്ങൾ കൊടുക്കുക, ഇത് വിവേകേട്ടൻ വർഷയ്ക്ക് പുടവ കൊടുക്കുന്നതായിട്ട് ഞാൻ അങ്ങോട്ട് അംഗീകരിക്കാൻ പോവുകയാണെന്ന രീതിയിലൊക്കെ നമ്മുടെ അഭി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. വർഷ അത് സ്നേഹത്തോടു കൂടി തന്നെ വാങ്ങിക്കുന്നതുകൊണ്ട് അതിനുശേഷം തന്നെ പിന്നീട് അഭി ഒരു കാര്യം പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഈ സന്തോഷത്തിനിടയിൽ തന്നെ ഒരാൾ കയറി വരാനുണ്ട്, ഒരു വാൽ നക്ഷത്രം പോലെ ആ ഒരു ശ്രീനാഥ് എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ വർഷയ്ക്ക് അങ്ങോട്ട് വിഷമാവുന്നുണ്ട്. എന്താ അഭി ഈ ഒരു നല്ല സമയത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അഞ്ച് പറയുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് പോയി താൻ റെഡി ആയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിവേക് അവളെ പറഞ്ഞയച്ച് വിടുന്നുണ്ട്. വിവേകിന് അഭി പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കേൾക്കുന്ന സമയത്ത് വീണ്ടും വർഷ ശ്രീനാഥിനെ കുറിച്ചുള്ള ചിന്തയിൽ തന്നെയാണ് കേട്ടോ. അഭി താൻ എന്ത് പണിയാണ് കാണിച്ചേ? ഇപ്പോൾ ആ പാവത്തിനെ ഓർത്തപ്പോഴത്തേനും വർഷയുടെ മൂഡ് ഔട്ടായി. ഇനി അവൾ പോകാൻ തയ്യാറാവോ? അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എന്ന് കരുതി ഇങ്ങനെ
ഇതാവേണ്ട കാര്യമുണ്ടോ? പിന്നെ വിവേകേട്ടൻ്റെ കൂടെ പുറത്ത് പോകാൻ താല്പര്യമില്ലാത്തവളൊന്നല്ല ഇവള്. കാരണം ഇന്നലെ രാത്രി അങ്ങ് രണ്ടുപേരും കൂടി കിസ് അടിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ, അതും ഫ്രഞ്ച് കിസ് എന്ന് പറയുന്നു. ദേ അബി, അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ വൃത്തിയോട് പറയാൻ നിൽക്കരുത്. വൃത്തിയോട് ചെയ്യാം, പക്ഷേ അത് പറയാൻ പാടില്ല എന്നാണ് ഞാൻ കണ്ടു നിങ്ങൾ ചെയ്യണതൊക്കെ. അത് വിവേക് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ്. ഒരു നല്ല ഫ്രണ്ട് ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അതൊന്നുമല്ല, അങ്ങനെയൊന്നും അല്ല, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നബി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചോടാ? പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാത്സല്യത്തോടു കൂടി തന്നെയാണ്, അല്ലാതെ ഈ ഒരു ഉപദേശവും ഇതും കൂടി ഒരു ബന്ധമില്ല കേട്ടോ എന്ന രീതിയിലൊക്കെ അഞ്ചും പറയുന്നുണ്ട് കേട്ടോ. ഇവൾ കള്ളം പറയാണ്, ഇവൾക്ക് വിവേകേട്ടനെ ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ പോയിട്ടായിരിക്കും വിവേകിനെ കുറച്ച് മനസ്സിലാക്കാനൊക്കെ തനിക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് റെഡി ആവാമെന്ന് പറഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. വീണ്ടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ അഭിയും അതുപോലെ തന്നെ വർഷയും വിവേകും അന്ന് രാത്രി സംസാരിച്ചത് മല്ലികാക്ക വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വസുന്ധര മേഡത്തിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാവിലെ മുതൽ മേഡം ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, എന്തിനാ അതിൻ്റെ ആവശ്യം? പെട്ടെന്ന് തന്നെ ഇതിലൊരു നടപടി എടുത്തൂടെ എന്ന് മേഡം എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താ അത് സമയത്ത് എന്നോട് പറയാഞ്ഞത്? അതിന് തെളിവ് വേണമായിരുന്നു. പല കാര്യങ്ങൾക്കും അങ്ങനെയാണ്, പലപ്പോഴും ആയിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇനി തെളിവിൻ്റെ ഒന്നും ആവശ്യമല്ല. ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി എന്നോട് വന്ന് പറയണമെന്ന് മല്ലികയോട് പറയുന്നുണ്ട്. ദേഷ്യപ്പെട്ടിട്ടാണ് വസുന്ധര നിൽക്കുന്നത്. ആ സമയത്ത് മല്ലിക പറയുന്നുണ്ട്, മേഡം എൻ്റെ ഫോണ് ഇന്നാ കൊണ്ടുപോക്കോ എന്ന് പറയുന്നു. അതിന് ശേഷം തന്നെ ആ ഒരു ഗൗണുണ്ടല്ലോ, അതായത് വിവേക് ഇട്ട് വന്നിട്ടുള്ള ഗൗൺ, ആ വിവേക് കൊടുത്തിട്ടുള്ള ഗൗണ് വർഷം ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ എവിടെ വർഷം എന്ന് ചോദിക്കുന്നുണ്ട്. അബിയാണെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ നിൽക്കുവാണ്. ആ സമയത്ത് അവൾക്ക് മടിയായിട്ടാണ്, അടിപൊളിയായിട്ടുണ്ട് ആ ഡ്രസ്സ് എന്ന് പറയുന്നു. ആ സമയത്ത് പുറത്തിറങ്ങി വരുന്ന വർഷയെ കാണുമ്പോൾ സൂപ്പറായിട്ടുണ്ട്, എനിക്കിത് നല്ല ചേർച്ചയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എനിക്കൊട്ടും ചേർച്ചയില്ല, എനിക്കൊട്ടും കംഫർട്ടബിൾ അല്ല. കാരണം ഇത് എനിക്ക് നല്ല ചുരിദാർ, ഞാൻ ഏതെങ്കിലും ഒരു ചുരിദാർ ഇട്ടോളാം. ഒന്ന് പോയ വിവേക് തനിക്ക് എടുത്തു തന്നിട്ടുള്ള ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് പുടവ കൂടിയാണ്. ഇന്ന് ഇതിട്ടിട്ട് വേണം പോകാനായിട്ട്. മാത്രമല്ല അടിപൊളിയായിട്ടൊരു സിമ്പിൾ മേക്കപ്പ് തന്നെ ഞാനിവിടെ ചെയ്തു തരാം, ഒരു സിമ്പിൾ ബ്രൈഡൽ മേക്കപ്പ് എന്ന രീതിയിലൊക്കെ അഭി പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട, എനിക്ക് ഈ മേക്കപ്പൊക്കെ ധാരാളമാണ്, ഞങ്ങൾ തീരുമാനിക്കേണ്ട ആ കാര്യങ്ങളൊക്കെ ഇങ്ങ് പിടിച്ച് കെട്ടിയിട്ട് തന്നെ അബി അങ്ങ് മേക്കപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അബി നമ്മുടെ വർഷയെ മേക്കപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷ വളരെ ഒരു ക്യൂട്ട് ലുക്കിൽ തന്നെ വരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വർഷയ്ക്കും തന്നെ ആ വേഷത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് തന്നെ. ഇനി വിവേകേട്ടനും ഇതിന് അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മാത്രം മതിയായിരുന്നു, എന്നാലാണ് ഇവർ രണ്ടുപേരും അടിപൊളിയായിട്ട് പുറത്തു പോകുള്ളൂ. ഇന്ന് ഇവർ കുറേ നേരം സംസാരിക്കട്ടെ, ഇവരുടെ ഭാവി കാര്യങ്ങളൊക്കെ ഇതിലൂടെ തന്നെ അവർ പരസ്പരം മനസ്സിലാക്കിയിട്ടും ചെയ്യട്ടെ എന്ന രീതിയിൽ തന്നെയായിട്ട് അഭി അഞ്ചു വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ലുക്കിൽ നമ്മുടെ വർഷ സൂപ്പറായിട്ടുണ്ട്. അതിലും ഗംഭീര ലുക്കിലായിരിക്കാം ഇനി വിവേകിൻ്റെ വരവും. രണ്ടും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പോക്ക് മല്ലികാക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഡ്രൈവിംഗ് പോലും ക്യാൻസലാക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം വരുന്ന എപ്പിസോഡിലൂടെ എന്താ കാണാനായിട്ട് പോകുന്നത്. പക്ഷേ വർഷ വിവേകിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഇനി ശ്രീനാഥിനെ കണ്ടാലും കൂടുതൽ പ്രശ്നം തന്നെയാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്